ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ്ങിൽ ഇപ്പോഴും ഡൗട്ടുകൾ പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഒരാളുടെ ശരീരത്തിൽ നിന്ന് അളവുകൾ എടുത്ത് അതെങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട്, അത് പ്ലീറ്റഡ് നൈറ്റിയിൽ എങ്ങനെയാണെന്നാണ് കേട്ടോ ഇതിലിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. പ്ലീറ്റഡ് നൈറ്റി എന്ന് വെച്ചാൽ നമ്മൾ 3 പീസ് നൈറ്റീന് തന്നെയാണല്ലോ പ്ലീറ്റഡ് നൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനൊരു കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ഷോൾഡർ 14.5 ഇഞ്ചായിരുന്നു. അപ്പോൾ 14.5യുടെ പകുതിയല്ലേ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ 7.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. തയ്യൽ തുമ്പൊന്നും വേണ്ട, ഷോൾഡറിൻ്റെ നേർ പകുതി കേട്ടോ, അത് മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടാണ് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ആം ഹോളിൻ്റെ ലെങ്ത്ത് 7.25 മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ 7.25 ഇഞ്ച് കറക്റ്റ് ചെയ്ത് നമുക്കൊന്ന് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വരച്ച് കൊടുക്കാം. അതിന് ശേഷം ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെസ്റ്റ് അളവ് എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ബോഡി മെഷർമെൻറ്റിൽ അവരുടെ ചെസ്റ്റ് വരുന്നത് 36 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 36ൻ്റെ 4/1 ഭാഗം മാത്രം ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. സീം അലവൻസ് ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. സീം അലവൻസിൻ്റെ ബാക്കി ഭാഗമായിട്ട് വരുന്നത് നമ്മളുടെ സ്കർട്ട് ഭാഗം അടിക്കില്ലേ, അതിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് എത്രയാണോ നമ്മുടെ ബോഡി മെഷർമെൻറ്റ് നമ്മൾ റൗണ്ട് ചെയ്ത് കൈക്കുഴിയുടെ താഴെ നിന്നോ നൈറ്റിക്ക് പിടിക്കുമ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ മുകളിൽ കൂടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് 36 ഇഞ്ചായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം 9 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്ക് വിഡ്ത്ത് സാധാരണ കൊടുക്കാറുള്ള പോലെ 3 ഇഞ്ചും, സാധാരണ നൈറ്റിക്ക് ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കാറുള്ളത്. ഫ്രണ്ടിലത്തെ നെക്കിന് 6 ഇഞ്ചാണ് ഇറക്കം കൊടുത്തിട്ടുള്ളത്. ബാക്കിലെ നെക്കിന് പതിവ് പോലെ തന്നെ 3.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരുവിധം ഈ സൈസിലൊക്കെ വരുന്ന നൈറ്റികൾക്കൊക്കെ ഈ അളവ് ബാധകമാണ്. ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു അളവാണ് കേട്ടോ. 3.5 ഇഞ്ച് ബാക്കിൻ്റെ നെക്കിൻ്റെ ഇറക്കവും 6 ഇഞ്ച് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഇറക്കവും. ഞാനൊരു ഏകദേശം ഒരു 1/2 ഇഞ്ചൊക്കെ മുകളിലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ കർവ്, ഇതുപോലെ ഒരു ഷേപ്പോ അല്ലെങ്കിൽ നേരിട്ട് ഒരു വര കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ഭംഗിയുണ്ട് കേട്ടോ. അതല്ലാതെ റൗണ്ടൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയായിട്ട് വരാറില്ല. അപ്പം ഇനി നമുക്ക് യോക്കിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 36 ഇഞ്ച് എന്ന് പറഞ്ഞ് ബോഡി മെഷർമെൻറ്റ് എടുക്കുന്ന ആ ഒരുവിധം എല്ലാവർക്കും 10 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. 10 ഇഞ്ച്. ഇനി നമുക്ക് കണ്ടോ, നമ്മൾ 9 ഇഞ്ച് ചെസ്റ്റിൻ്റെ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കർവ് ഷേപ്പാക്കി കൊടുക്കാം. ചെറുതായിട്ട് മതി കേട്ടോ. ഒരു അധികം കർവ് ഷേപ്പായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ആം ഹോളിൻ്റെ താഴെ അധികം വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല, അതിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഏകദേശം ഒരു 3/4 ഇഞ്ച് 1 ഇഞ്ചിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ അവിടെ ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ നന്നായിട്ട് റൗണ്ട് ചെയ്തിട്ട് വരയ്ക്കരുത്. കാരണം അവിടെ ഇങ്ങനെ പൊളച്ച് നിൽക്കും നമുക്ക് അടിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ ഇനി നമുക്കതിനെ 3 പീസ് ആക്കാനായിട്ട് ഇതേപോലെ ഒന്ന് ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ച് കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു 4.5 ഇഞ്ച് വരും. കോമൺ ആയിട്ട് ഇതൊരു 4.5 ഇഞ്ചാണ് സാധാരണയിൽ നമ്മൾ നൈറ്റികൾക്കൊക്കെ വരാറ്. ഇനി നമുക്കത് ആം ഹോളിൻ്റെ കർവ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കാം. നല്ലോണം കുഴിച്ച് അങ്ങനെയൊന്നും വരയ്ക്കേണ്ട. കാരണം ഈ ആം ഹോളിൻ്റെ മുഴുവൻ ഭാഗമാവുക നമ്മൾ സ്കേർട്ട് പാർട്ടിലും കൂടി കട്ട് ചെയ്തെടുക്കുമ്പോഴാട്ടോ നമ്മളുടെ ആം ഹോളിൻ്റെ പൂർണ്ണരൂപമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മുകൾ ഭാഗത്ത്, അതായത് ഇവിടെ നമ്മളത് ജസ്റ്റ് ഒന്ന് വരച്ച് ആ 9 ഇഞ്ചിലേക്ക് ചെസ്റ്റിൻ്റെ അളവിലേക്ക് ഒന്ന് വരച്ച് കൊടുക്കുക ചെയ്യണത് കേട്ടോ. ഇനി ആ ബാക്കിലെ നെക്കിൻ്റെ ഭാഗമില്ലേ, അപ്പോൾ നമ്മൾ 2 പീസും കൂടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ആ പീസ് കൊണ്ടാണ് നമ്മൾ ബാക്കിലെ നെക്കിന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സാധാരണ എന്നും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ബാക്കിലെ നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഇതെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആ ഷോൾഡർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊരു 1/4 ഇഞ്ചോളം, 1/2 ഇഞ്ച് സാധാരണയിൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു 1/4 ഇഞ്ച് ചെരിച്ചൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ.
നിർബന്ധമൊന്നുമില്ല, നൈറ്റി ലൂസായതുകൊണ്ട് അങ്ങനെ ആവശ്യമൊന്നുമില്ല. എന്നുവെച്ചാലും ഒരു 4 ഇഞ്ചോളം ഒന്ന് ചെരിച്ച് വരച്ചിട്ടുണ്ട്, ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ യോക്കിൻ്റെ ഭാഗം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെയും ബാക്കിലെയും യോക്കിൻ്റെ ഭാഗം ഉണ്ട് കേട്ടോ അതിൽ, കണ്ടോ. അപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് താഴത്തെ, അതായത് ബാക്കിലത്തെ യോക്കിൻ്റെ പാർട്ടിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അത് നമ്മൾ ഇതിന് മുൻപും ഇതുപോലെ ബോഡി മെഷർമെൻ്റ് എടുത്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കിയോളൂ. ഇനി നമുക്ക് ഈ യോക്ക്, ഫ്രണ്ട് യോക്കിനെ 3 പീസാക്കി എടുക്കാം കേട്ടോ. 3 പീസ് നൈറ്റി ഈ അളവ് വെച്ച്, ഈ അളവെന്ന് ഉദ്ദേശിച്ചത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് അളവെടുത്തിട്ട് ഏതൊരു അളവുകാർക്കും ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് അറിയോ, ഒരു 4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. അതായത് ആ നെക്കിൻ്റെ നമ്മൾ ആ ഷേപ്പ് വരച്ചില്ലേ, അവിടെ നിന്ന് തൊട്ട് താഴേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ പീസ് വരുന്നില്ലേ, സെൻറ്റർ പീസ് വരണത് വീതി കൂടി കഴിഞ്ഞാൽ അതിനത്ര ഭംഗി കിട്ടില്ല. എപ്പോഴും വീതി കുറഞ്ഞിരിക്കുന്നതാണ് ഭംഗി ഉണ്ടാവുക കേട്ടോ. അതൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കതിൻ്റെ ഐഡിയ മനസ്സിലാവും. ഇനി ഇതിൽ സ്ലീവാണ്, നമ്മൾ സാധാരണ എപ്പോഴും സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. പക്ഷെ ഞാനിതിൽ നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ എത്രയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ പക്ഷേ ആദ്യമേ തന്നെ സ്കേർട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ എഡ്ജ് ഭാഗം, എഡ്ജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സൈഡ് വരുന്നതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൽ സ്ലീവിൻ്റെ ഭാഗവും ഒക്കെ വരുന്നത് ഇവിടെയാണല്ലോ. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇത് ആം ഹോളിൻ്റെ ഭാഗമായിരുന്നല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തത്, യോക്ക് പീസിൽ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഇതുപോലെ ടേപ്പ് വെച്ചൊന്ന് പിടിച്ചു നോക്കാം. അപ്പോൾ കണ്ടോ 7.5 ഇഞ്ചിലാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ, 7.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് താഴെയും തയ്ക്കാനായിട്ട് വേണമല്ലോ, തയ്യൽ തുമ്പ് വേണം. അപ്പോൾ 7 ഇഞ്ചാണ് പിന്നെ വരുന്നത്. അപ്പോൾ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 7 ഇഞ്ചാണ് ഈ ഭാഗത്ത്, അതായത് നമ്മളിപ്പോൾ യോക്ക് പീസ് കട്ട് ചെയ്തെടുത്തതിൽ ആം ഹോളിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 7 ഇഞ്ചാണ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് എത്രയാണോ വേണ്ടത് അത് കിട്ടിയാലല്ലേ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കണക്കാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ച് 9.5 ഇഞ്ചിൽ സ്ലീവിൻ്റെ വിഡ്ത്ത്, അതായത് നമ്മൾ വീതി എടുക്കില്ലേ മൊത്തത്തിലുള്ളത്, അതെടുക്കാവുന്നതാണ്. പക്ഷേ ഇപ്പം ഞാനിത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നമ്മുടെ യോക്കിൻ്റെ ഇറക്കം 10 ആയിരുന്നല്ലോ, യോക്ക് കട്ട് ചെയ്തെടുത്തത് 10 ഇഞ്ചിലല്ലേ, അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് താഴേക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. സ്ലീവ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ യോക്കിൻ്റെ ഇറക്കം 10 ഇഞ്ച്, അതിൻ്റെ താഴെ കണ്ടോ മാർക്ക് ചെയ്തിട്ട് ഞാൻ 1/2 ഇഞ്ച് കൂടെ താഴെ മാർക്ക് ചെയ്തത്, ഇങ്ങോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 2.5 ഇഞ്ചാണ് കേട്ടോ അവിടെ നിന്ന് ഇവിടേക്കുള്ളത്. താഴേക്കും 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. കണ്ടോ 2.5 ഇഞ്ച് ഒന്നുകൂടി ക്ലിയറായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്നും 2.5 ഇഞ്ച്, അവിടെ നിന്ന് താഴേക്കും 2.5 ഇഞ്ച്. ഇനി ഇത് നമുക്ക് ഒന്ന് ജോയിൻ്റ് ചെയ്യാം. അപ്പോൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു കർവ് ഷേപ്പിൽ വേണം നമ്മൾ ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു 3 പീസ് നൈറ്റി, അതായത് സ്ലീവ് സ്ക്വയർ ടൈപ്പ് വരുന്നില്ലേ, അതിൽ അളവെടുക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനത്തെ സ്ലീവിൻ്റെ ഭാഗമല്ലല്ലോ വരുന്നത്, ഈ ആം ഹോള് കർവായിട്ട് വരുന്നതല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് വരുന്നത് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മുകളിൽ വിട്ടതിന് ശേഷം 3.5 ഇഞ്ചായിരിക്കും മൊത്തത്തിൽ ഇത് നീളം ഉണ്ടായിരിക്കുക. ഈ മാർക്ക് ടോട്ടൽ 3.5 ഇഞ്ചാണ് കണ്ടോ. അതിൽ നമുക്ക് 1/2 ഇഞ്ച് മൈനസ് ചെയ്താൽ 1/2 ഇഞ്ച് ഇതേ മുകൾ ഭാഗത്ത് നമ്മൾ മൈനസ് ചെയ്താൽ 3 ഇഞ്ച് കിട്ടും. ആ 3 ഇഞ്ച് നമ്മളിവിടെ 7 ഇഞ്ചാണല്ലോ, അത് ഏകദേശം നമ്മൾ കണക്കാക്കുമ്പോൾ ആ 3 ഇഞ്ചും 7 ഇഞ്ചും കൂടി കൂട്ടുമ്പോൾ 10 ഇഞ്ച് നമുക്ക് വരും. അപ്പോൾ ടോട്ടൽ ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുക 10 ഇഞ്ചാണ് കേട്ടോ നമുക്ക് വരിക.
ആം ഹോൾ റൗണ്ട് വരുന്നത് 10 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളെപ്പോഴും ആം ഹോൾ റൗണ്ട് അളന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് സ്ലീവിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? എത്രയാണോ ആം ഹോൾ റൗണ്ട് നമ്മൾക്ക് മുഴുവനായിട്ട്, അതായത് ആം ഹോൾ റൗണ്ട് ഇപ്പോൾ ഒരു 8.5 ഇഞ്ചാണ് വൺ സൈഡ് ആം ഹോൾ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളത് മാർക്ക് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ 8 ഇഞ്ച്, അതായത് 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 10 ഇഞ്ചല്ലേ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഇങ്ങോട്ട് താഴേക്കുള്ളത് 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചോളൂ കേട്ടോ. ഇത് ഈ ഒരു ഇത്ര സൈസിന് ഇത്രയും എന്ന് പറഞ്ഞ് എടുക്കാതെ അതെങ്ങനെയാണ് അതിൻ്റെ കണക്ക് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് 9.5 ഇഞ്ചാണ് വേണ്ടത്. 9.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സ്ലീവിൻ്റെ മാർക്കിങ്ങുകളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ലീവിന് നീളം നിങ്ങൾ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കാം. അപ്പോൾ പ്ലസ് 1/2 ഇഞ്ച് കൂടുതലിട്ട് കൊടുത്താൽ മാത്രം മതി. ഇവിടെ ഞാനൊരു 7 ഇഞ്ച് 7.5 ഇഞ്ചോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എഡ്ജ്, അതായത് സ്ലീവിൻ്റെ റൗണ്ട് ഭാഗത്ത് ഞാൻ അടിക്കുന്നില്ല കേട്ടോ. അത് തേര് ഭാഗമായതുകൊണ്ട് അങ്ങനെ തന്നെ ഇടാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ താഴേക്ക് 9.5 ഇഞ്ച് ഒന്ന് വരച്ചു കൊടുത്തു. അതിനുശേഷം ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും താഴേക്ക് ആ 3.5 ഇഞ്ചിനെ താഴെയും ഒന്ന് കണക്കാക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇനി ഈ സ്ലീവിൻ്റെ ഈ ഷേപ്പ് വന്നത് നമ്മൾ അളന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 10 ഇഞ്ച് ഉണ്ടാവും. നമുക്കത് നോക്കാം കേട്ടോ. അപ്പോൾ സ്ലീവ് റൗണ്ടും ഇതേപോലെ നമ്മളുടെ അളവനുസരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്ലീവ് റൗണ്ട് നമ്മൾ ആ വരച്ചതിൻ്റെ ഇപ്പുറത്ത് കൂടെയല്ല, കണ്ടോ, ഈ സൈഡിലായിട്ട് നേരെ വരച്ചതിൽ കൂടിയല്ല ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വിട്ട് വെച്ച് കൊടുക്കുമ്പോൾ കണ്ടോ നമുക്ക് കറക്റ്റ് 10 ഇഞ്ച് കിട്ടുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേ നോക്കൊന്ന്, കറക്റ്റ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ 10 ഇഞ്ച് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം വരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങളിതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഏതൊരളവിൽ വേണമെങ്കിലും നമുക്ക് ഈ പ്ലേറ്റഡ് നൈറ്റി കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്ലീവിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊന്ന് കുഴിച്ചു വെട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ യോക്കിൽ കുഴിച്ചു വെട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കാരണം യോക്കിൽ 3 പീസ് ആയതുകൊണ്ട് തന്നെ, കണ്ടോ, 3 പീസ് ആയതുകൊണ്ട് തന്നെ നമ്മളത് ആ സെൻറ്ററിൽ വെച്ചിട്ട് ഇത് നമ്മൾ കയറ്റി വെച്ച് അടിക്കില്ലേ 3 പീസ്, പിന്നെ നമ്മൾ ജോയിൻ്റ് ചെയ്ത് അടിക്കുമ്പോൾ നമുക്ക് അതിൽ 2 സൈഡിലും 1/2 ഇഞ്ച് വീതം കുറവ് വരും. അപ്പോൾ നമ്മളത് എന്താ പറയുക, ഷേപ്പ് ചെയ്തില്ലെങ്കിലും ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടിയില്ലെങ്കിലും നമുക്കത് ഭംഗിയിൽ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും പിന്നീട് 3 പീസ് നൈറ്റിനെ കുഴിച്ചു വെട്ടേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യുക, 10 ഇഞ്ച് താഴെ ഞാൻ കണ്ടോ 10.5 ഇഞ്ചിലാണ് നമ്മൾ അവിടെ ആ ഷേപ്പ് 2.5 ഇഞ്ച് ആയിട്ട് വരച്ചിട്ടില്ലേ, അവിടെ നിന്ന് താഴേക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനതും മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആം ഹോൾ ലെങ്ത്തിൻ്റെ ലെങ്ത്തും യോക്കും തമ്മിലുള്ള വ്യത്യാസം 10 ഇഞ്ച് ആം ഹോൾ ലെങ്ത്തും 10 ഇഞ്ച് നമ്മുടെ യോക്ക് ലെങ്ത്ത് 10 ഇഞ്ചല്ലായിരുന്നത്. അതിൽ നിന്ന് നമ്മളുടെ 8 ഇഞ്ച് 7.25 ഇഞ്ചോളമാണല്ലോ ആം ഹോൾ ലെങ്ത്ത് എടുത്തത്. അപ്പോൾ ഒരു 8 ഇഞ്ചോളം വരും. ബാക്കി വരുന്നത് എത്രയാണ്, 2 ഇഞ്ചോളം കഷ്ടി വരുന്നില്ലേ, ആ 2 ഇഞ്ചാണ് കേട്ടോ ഈ യോക്കിൻ്റെ താഴെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടേക്കാണ് നമ്മളിതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി അത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ടിങ് പാർട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും എളുപ്പത്തിന് നമുക്ക് ഈ 3 പീസ് നൈറ്റിയൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു.